ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി ആണ്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിച്ച ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് ത്രികോണങ്ങളുടെ കുറച്ച് പ്രത്യേകതകളാണ്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ത്രികോണത്തിന്റെ കോണുകൾ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ആണെങ്കിൽ അതിന്റെ വശത്തിന്റെ പ്രത്യേകതയും, അതിനുശേഷം കോണുകൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആവുന്ന സമയത്ത് കോണുകളുടെ പ്രത്യേകതയുമാണ്. ഓക്കെ, നമുക്ക് ഒന്ന് പെട്ടെന്ന് നോക്കുക, അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ചെയ്യും. നമ്മളെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കോണുകളുടെ പ്രത്യേകതയായിരുന്നു. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിന്റെ കോണുകൾ 45ഉം 45ഉം ആണെന്ന് വിചാരിക്കും. ഒരു വലിയ ആംഗിൾ 90 ഡിഗ്രിയാണ്. നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, വലിയ ആംഗിളിന് നേരെ വലിയ സൈഡും ചെറിയ ആംഗിളിന് നേരെ ചെറിയ സൈഡും ആയിരിക്കും ഉണ്ടാവുക. ഇത് 1 ആണെങ്കിൽ ഇതും 1 ആയിരിക്കും, ഇത് √2 ആയിരിക്കും. ഇതിൽ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ആംഗിളുകൾ ഏതെങ്കിലും രണ്ട് ആംഗിളിന്റെ അല്ലെങ്കിൽ ഒരു ആംഗിളിന്റെ നേരെയുള്ള സൈഡ് തന്ന് മറ്റ് സൈഡ് കാണാനും അതുപയോഗിച്ചിട്ട് ത്രികോണത്തിന്റെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരു ട്രയാങ്കിൾ വരയ്ക്കാണ്, വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. 45 നേരം 2 ആണെങ്കിൽ അടുത്ത 45 നേരെയും 2 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഈ ഭാഗത്തിന്റെ സൈഡ് കിട്ടണമെങ്കിൽ 2നെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടുത്തെ സൈഡ് 3 ആണെങ്കിൽ ഈ സൈഡും 3 ആയിരിക്കും. ഇതിന് എന്ത് ചെയ്താൽ മതി? 3√2 എന്നുള്ള രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മറ്റൊരു ടൈപ്പ് ട്രയാങ്കിൾ ആണ് 30 60 90. 30 നേരെ ആയിരിക്കും ചെറിയ സൈഡ് വരിക, 90 നേരെ ആയിരിക്കും വലിയ സൈഡ് വരിക. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ 30 നേരെ ചെറിയ സൈഡ് 1 ആണെങ്കിൽ 90 നേരെ ആയിരിക്കും ഏറ്റവും വലിയ സൈഡ്. ഇവിടെ വരുന്ന ലെങ്ത്തിന്റെ ഡബിൾ ആയിരിക്കും, ഇത് 2 ആയിരിക്കും വരിക. ഇവിടെ വരുന്ന ലെങ്ത്തിനോട് √3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും ഇവിടെ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ട്രയാങ്കിളിന്റെ സൈഡ് തന്നിട്ടുണ്ട്. 30 നേരെയുള്ള സൈഡ് 4 എന്ന് തന്നിട്ടുണ്ട്. 30 നേരെയുള്ള സൈഡ് 4 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും മറ്റേ സൈഡിൽ വരിക. 4ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? ഇരട്ടി എത്രയാണ്? 8 സെന്റിമീറ്റർ വരും. ഈ 4നോട് √3 ഗുണിച്ചത്, അപ്പം 4√3. ഇവിടെ 4 ആയതുകൊണ്ട് ഇത് എത്ര വന്നു? 8 എന്ന് വന്നു. ഇവിടെ അതിന്റെ ഇരട്ടി 4√3 എന്നും വന്നു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. റൈറ്റ് ട്രയാങ്കിളിന്റെ ചെറിയ സൈഡ് എത്രയാണ്? വലിയ സൈഡ് 6 സെന്റിമീറ്റർ. അപ്പൊ 90 നേരെയുള്ള സൈഡ് എത്രയായിരിക്കണം? 6 സെന്റിമീറ്റർ ആവണം. മറ്റു വശങ്ങൾ കാണാനാണ് ആവശ്യപ്പെട്ടത്. 30 നേരെ എത്രയാണ്? 90 നേരെ 6 ആണെങ്കിൽ 30 നേരെ അതിന്റെ പകുതി ആയിരിക്കും വരിക. 6ന്റെ പകുതി 3 സെന്റിമീറ്റർ. ഇനി ഇവിടെ 30 ആണ്, ഇത് 90 ആണ്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആയിരിക്കും വരിക. 60 നേരെയുള്ളത് 3√3. ഈ രീതിയിലാണ് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുക, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കും. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ബേസ് തന്നിട്ടുണ്ട് 3√3, ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണത്? 3. അപ്പൊ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 1/2 × 3 × 3√3. 3 ഗുണിച്ചാൽ 9. 9√3/2.
ഓക്കെ. ഇനി ഇതിലെ ചെറിയ സൈഡ് 6 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റ് രണ്ട് വശങ്ങൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയ സൈഡ് 6 സെന്റിമീറ്റർ ആണെങ്കിൽ വളരെ എളുപ്പമാണ് അല്ലെ. ചെറിയ സൈഡ് 6 ആണെങ്കിൽ വലിയ സൈഡ് എന്ന് പറഞ്ഞാൽ 6ന്റെ ഇരട്ടി എത്ര വരും? 12 സെന്റിമീറ്റർ. 6നോട് √3 ഗുണിച്ചാൽ ഈ സൈഡ് കിട്ടും 6√3. റെഡി. ഇനി രണ്ടാമത്തെ കേസില് ഇടത്തരം സൈഡ് 60 നേരെ 6 ആണെങ്കിൽ നമുക്കിവിടെ എഴുതി വെക്കാം 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. 60 നേരെ 6 ആണ്. നമുക്കറിയാം ഇവിടെ വരുന്ന സംഖ്യയോട് √3 ഗുണിച്ചതാണ് ഈ നമ്പർ. അപ്പൊ ഇവിടുത്തെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചതിന് പകരം നമ്മൾ ഹരിച്ചു 6/√3. ഇവിടെയുള്ള നമ്പറിന്റെ ഇരട്ടിയാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ 6ന്റെ ഇരട്ടി 12/√3. വശങ്ങൾ എന്തൊക്കെ വന്നു? 6/√3 6 12/√3. ഓക്കെ. ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ഉത്തരം നമ്മളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. In the figure ABCD, a rectangle of AC 12 cm, angle BAC 30. What is the area of rectangle? റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സൈഡും കിട്ടണം, ഈ സൈഡും കിട്ടണം. ക്ലൂ മാത്രമാണ് ഇവിടെ വരയ്ക്കുന്നത്. വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് 30 ആയതുകൊണ്ട് 30 60 90 90 നേരെയുള്ള സൈഡ് തന്നിട്ടുണ്ട് 12. ഇത് ഉപയോഗിച്ച് 60 നേരെയുള്ള സൈഡും, അതായത് ഈ സൈഡ്, 30 നേരെയുള്ള സൈഡ് ഈ സൈഡ്, ഇത് രണ്ടും കണ്ടുപിടിക്കാം. ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ ഏരിയ കാണാൻ സുഖമാണ്. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ മെഷർ ദ സ്മോളസ്റ്റ് ആംഗിൾ ഓഫ് റൈറ്റ് ആംഗിൾ triangle is 30 degree. Length of its smallest side is 6 cm. അപ്പൊ 30ക്ക് നേരെയുള്ള സൈഡ് എത്ര തന്നിട്ടുണ്ട്? What is the length of its longest side? ഈ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഈ രണ്ട് ക്വസ്റ്റ്യനും ചെയ്തിട്ട് ഉത്തരം ഒന്ന് പോസ്റ്റ് ചെയ്യും.